എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ടെനി. നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ പറ്റുന്ന ആഹാര പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഈ ആഹാരങ്ങൾ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഹൃദയ സംബന്ധമായിട്ട് വരുന്ന പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമ്മൾക്ക് പ്രിവെൻറ്റ് ചെയ്ത് നിർത്താൻ പറ്റും. അതുപോലെ തന്നെ BP, കൊളസ്ട്രോൾ, ഡയബറ്റീസ് അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഇത് സഹായിക്കും. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ധാരാളം ഇലക്കറികൾ ഉൾപ്പെടുത്തുക. ഇലക്കറികളിൽ ധാരാളമായിട്ടുള്ള മിനറൽസ്, വിറ്റമിൻസ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതായത് വിറ്റമിൻ K, മഗ്നീഷ്യം, പൊട്ടാസ്യം ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. അത് നമ്മളുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നു. പിന്നെ BP കുറയ്ക്കാനൊക്കെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ വെയിറ്റ് ലോസ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഉൾപ്പെടുത്തിയാൽ വളരെയധികം നല്ലതാണ്. കാരണം കാലോറീസ് കുറവാണ്. അതുപോലെ തന്നെ ധാരാളം പ്രോട്ടീൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് അധികം വെയിറ്റ് ഒന്നും കൂടാതെ എടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്. അടുത്തത് ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ് ഓട്സ്. ഓട്സ് കഴിക്കുമ്പോൾ നമ്മൾ അധികം പഞ്ചസാര ഒന്നും ഇട്ട് കഴിക്കരുത്. ഓട്സിനകത്ത് ധാരാളം ഫൈബർ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. ഓട്സ് തീരെ ഇഷ്ടമല്ലാത്തവർക്ക് അത് കുക്കീസ് പോലൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. അടുത്തതാണ് ഡാർക്ക് ചോക്ലേറ്റ്. ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്നത് മൂലം നമ്മുടെ വെസൽസിലുള്ള ബ്ലഡ് ഫ്ലോയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു. ഡാർക്ക് ചോക്ലേറ്റ് നല്ലൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. പിന്നെ ശരീരത്തിലെ BP ഒക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നു. അതുപോലെ തന്നെ നല്ല കൊളസ്ട്രോൾ HDL കൂട്ടാനും ചീത്ത കൊളസ്ട്രോൾ ആയിട്ടുള്ള LDL കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. ശരീരത്തിലെ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. അതായത് മത്തി, അയല, പിന്നെ സാൽമൺ എന്ന് പറയുന്ന മീനൊക്കെ വളരെയധികം നല്ലതാണ്. omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ട് തന്നെ കാർഡിയോവാസ്കുലർ ഡിസീസിനെയൊക്കെ ഇത് ചെറുത്ത് നിൽക്കാൻ സഹായിക്കുന്നു. അടുത്തതായിട്ട് ഫ്രൂട്ട്സ് ആണ്. ഫ്രൂട്ട്സിനകത്ത് ഏറ്റവും നല്ലത് ബെറീസ് ആണ്. അതായത് ബ്ലൂബെറി, പിന്നെ സ്ട്രോബെറി അതൊക്കെ വളരെയധികം നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ശരീരത്തിലെ ഇൻഫ്ലമേഷനെയൊക്കെ ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നു. മൊത്തത്തിൽ ഹാർട്ടിനൊക്കെ ഇത് വളരെയധികം, ഹാർട്ടിൻ്റെ ഹെൽത്തിനൊക്കെ ഇത് വളരെയധികം നല്ലതാണ്. അടുത്തൊരു ഫ്രൂട്ടാണ് അവക്കാഡോ എന്ന് പറയുന്നത്. ഇതിനകത്ത് നല്ല ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്. നമ്മളുടെ ശരീരത്തിലെ കൊളസ്ട്രോളിൻ്റെ ലെവലിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ അവക്കാഡോ സഹായിക്കും. ഇൻഫ്ലമേഷനെയും ഇത് കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഗ്രേപ്സ് ഉൾപ്പെടുത്താം. വാട്ടർമെലനൊക്കെ വളരെയധികം നല്ലതാണ് ഹൃദയത്തിന്. അടുത്തതായിട്ട് നട്ട്സും സീഡ്സും ആണ്. നട്ട്സിനകത്ത് ആൽമണ്ട്, വാൾനട്ട്, പിന്നെ പിസ്താഷ്യോ ഇത് മൂന്നും വളരെയധികം നല്ലതാണ്. ഇതിനകത്ത് ധാരാളം ഫൈബർ, പ്രോട്ടീൻ, പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റൊക്കെ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷനെ കുറയ്ക്കാനും പിന്നെ നല്ല കൊളസ്ട്രോളിനെ കൂട്ടാനും പിന്നെ ചീത്ത കൊളസ്ട്രോളായിട്ടുള്ള LDL കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കുന്നു. സീഡ്സിനകത്ത് നമുക്ക് ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പിന്നെ സൺഫ്ലവർ സീഡൊക്കെ ഉൾപ്പെടുത്താവുന്നതാണ്. അടുത്തതായിട്ട് ബീട്രൂട്ട് ആണ്. ബീട്രൂട്ടിനകത്ത് ധാരാളം വിറ്റമിൻ C അടങ്ങിയിട്ടുണ്ട്, മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്, ഫൈബർ ധാരാളമുള്ള ഒരു വെജിറ്റബിളാണ് ബീട്രൂട്ട്. പിന്നെ മത്തങ്ങ ഉൾപ്പെടുത്തുന്നത് വളരെയധികം നല്ലതാണ്. സാലഡ്സ് ഒക്കെ കഴിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. പിന്നെ ഉലുവ തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. എല്ലാ ദിവസവും നെല്ലിക്ക എടുക്കുന്നത്, എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിലും ഓൾട്ടർനേറ്റ് ഡേയ്സ് ആണെങ്കിലും നെല്ലിക്ക കഴിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഗാർലിക്, അതായത് വെളുത്തുള്ളി നല്ലതാണ്. വെളുത്തുള്ളി നമ്മളുടെ കൊളസ്ട്രോളിനെ കുറയ്ക്കാനും BP കുറയ്ക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ ദിനചര്യയിൽ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എക്സസൈസ് ചെയ്യുക. നമ്മളുടെ ആരോഗ്യത്തിന് പറ്റുന്ന രീതിയിലുള്ള എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ആഹാരം, മിതമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതായത് വയറ് നിറച്ച് കഴിക്കാതെ ഒരു കുറച്ച് ക്വാണ്ടിറ്റിയിൽ മിതമായിട്ടുള്ള ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ എല്ലാ നേരവും ആഹാരം കഴിക്കണം. അതായത് രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ട് നമ്മളൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. രാവിലെ, ഉച്ചയ്ക്കും വൈകിട്ടും ആഹാരം കഴിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡിന്നർ എപ്പോഴും 7 മണിക്ക് മുൻപായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. 7 മണി അല്ലെങ്കിൽ ഒരു 8 മണി മാക്സിമം 8 മണിക്കുള്ളിൽ ഡിന്നർ കഴിച്ച് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഉറക്കം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദിനചര്യയൊക്കെ ഒന്ന് ക്രമപ്പെടുത്തുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സന്തോഷത്തോടെ ആരോഗ്യത്തോടെ ഇരിക്കുക. താങ്ക് യു സോ മച്ച്.